ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. ചിക്കൻ നന്നായി കഴുകിയതിന് ശേഷം തൈരും വിനാഗിരിയും ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് കലക്കി വെക്കുക. അതിലോട്ട് നമുക്ക് ചിക്കൻ്റെ ഓരോ പീസ് ഇട്ട് വെക്കാനുള്ളതാണ്. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഇതിൽ ചിക്കൻ മുക്കി വെക്കണം. എന്നിട്ട് നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ നമുക്ക് ചിക്കൻ കൊള്ളൂല. അപ്പോൾ നമ്മൾ കുറച്ച് വലുപ്പമുള്ള പാത്രത്തേക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലാണ് ചിക്കൻ ഓരോന്നായിട്ട് മുക്കി വെക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കാണുക. ഇങ്ങനെ മുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മുടെ ചിക്കനിൽ എന്തെങ്കിലുമൊക്കെ ഒരു കച്ചറുണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ ഈ സുർക്കും തൈരൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പോയി കിട്ടാനും നല്ലതാണ്. ഉള്ളിലോട്ട് നല്ല പിടിച്ചിട്ട് നമുക്ക് നന്നായി പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മുക്കി വെക്കുന്നത്. ഓരോന്നോരോന്നായിട്ട് നമ്മൾ മുക്കിയെടുക്കുകയാണ്. ആ ചിക്കന് അവിടെ 1 മണിക്കൂറായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി 2 ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ എരിവ് നമ്മൾ കൂടുതലും കുരുമുളകും ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ടാണല്ലോ. ഇനി ഇതിലോട്ട് മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല നമ്മൾ അല്പം ചേർത്ത് കൊടുത്താൽ മതി. കൂടുതലായി കഴിഞ്ഞാൽ ഗരം മസാല ഒരു പെട്ടെന്നൊരു കുത്തനൊരിത് അനുഭവപ്പെടും. ഇനി ഇതിലോട്ട് മന്തി മസാല 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മന്തി മസാല തന്നെ കൂടുതലാവാൻ പാടില്ല. ഇനി ഇതിലോട്ട് ചെറുനാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുക്കുക. ചെറുനാരങ്ങ ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കുരുപ്പെടാതെ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരു ചെറുനാരങ്ങൻ്റെ മുഴുവനായിട്ടുള്ള ഭാഗം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാദ്യം തന്നെ പിഴിഞ്ഞ് മാറ്റി വെക്കുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. നമ്മൾ ഇത് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു പച്ച കളറുള്ള ഗ്രേവിയാണ് നിങ്ങൾക്ക് കൂടുതൽ വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ ചേർത്ത മുളക് പൊടിയുടെ അളവോ മഞ്ഞൾപ്പൊടിയുടെ അളവൊക്കെ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇറക്കുമ്പോൾ ഈ ഗ്രേവിക്ക് നല്ലൊരു പച്ച കളറ് വരും. അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അല്പം കൂടി ഓയിലും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാലുള്ളൂ ഇതിൻ്റെ ഗ്രേവിയുടെ പ്രത്യേക ടേസ്റ്റ് നമുക്ക് അനുഭവപ്പെടുക. ഇനി നമ്മളിതിലോട്ട് ചെറിയ ജീരകം ചേർക്കാൻ മറന്നു പോയിരുന്ന അതും കൂടി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാണ്ട്. മല്ലിച്ചപ്പ്, പുതിന, അതേപോലെ തന്നെ കാന്താരി മുളകാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു വലിയ സവാള, ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് നമ്മൾ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ഒന്നും കൂടി പറയാം, പച്ചമുളക്, മല്ലിച്ചപ്പ്, പുതിന, വലിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇവ നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് കറക്കിയെടുത്ത് വരിക. പേസ്റ്റ് രൂപത്തിലൊന്ന് അരഞ്ഞെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുത്ത് വരാം. എന്നിട്ട് നമ്മൾ ഈ ആദ്യം കൂട്ടി വെച്ച മസാലയിലോട്ടാണ് നമ്മളിത് അരച്ചിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. അരച്ച് കൊടുക്കുമ്പോൾ ആ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത്. ഇനി നമ്മൾ ഈ അരച്ചത് ഈ പേസ്റ്റിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ മുന്നേ ഒരു മന്തിയുടെ റെസിപ്പി ചെയ്തിരുന്നത്, ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി കണ്ടു നോക്കുക. അത് ട്രൈ ചെയ്തവർക്ക് ഇതത്ര തന്നെ ഇഷ്ടപ്പെടുന്നില്ല. കൂടുതൽ ആളുകൾക്കും ആ റെസിപ്പിയാണ് ഇഷ്ടമെന്ന് പറയലുണ്ട്. അപ്പോൾ ഇതും തന്നെ കുഴപ്പമില്ല. ഇത് നമ്മൾ അരി വെള്ളത്തിലൊന്നും ഇടാതെ നമ്മൾ അരി വറുത്ത് കോരിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ പച്ച മസാല, മന്തിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ നമ്മൾ തൈരും സുർക്കയും ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് വെച്ചിരുന്നല്ലോ, അത് വെള്ളത്തിൽ നിന്ന് ഊറ്റി വെച്ച ചിക്കനാണ് നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് ഇതിലോട്ട് ഓരോന്നോരോന്നായിട്ട് നമ്മൾ മസാല പുരട്ടി വെക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഗ്രേവി നമുക്ക് 1 മണിക്കൂറൊക്കെ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും ബെറ്ററാണ്. അപ്പോൾ നമ്മൾ എല്ലതും ഇതേപോലെ നന്നായിട്ടൊന്ന്
തേച്ചിട്ട് ചിക്കനിൽ പിടിപ്പിക്കുകയാണ്. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എത്ര നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നമ്മുടെ മന്തിക്ക് ടേസ്റ്റ് കൂടും. അപ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഇതിലോട്ടുള്ള മന്തി തയ്യാറാക്കി. ആദ്യം നമ്മൾ പാന് വെച്ചിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഗ്രാമ്പു, കറുകപ്പട്ട, ഏലക്ക ഇവ ഒന്ന് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക. ഇത് ചൂടായി വരുന്ന സമയത്താണ് നമ്മൾ ഇതിലോട്ട് കുരുമുളകും പച്ചമല്ലിയും കൂടി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഒന്നിങ്ങോട്ട് ചൂടായി കിട്ടിയാലും മതി. എന്നിട്ട് നമ്മളിതിലോട്ട് പച്ചമല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമല്ലിയും കുരുമുളക് പൊടിയല്ല, കുരുമുളക് ഒന്നെങ്ങനെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അതും കൂടി ഒന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മളതിലോട്ട് വലിയുള്ളി കൊത്തി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും നമ്മൾ ഈ രീതിയിൽ വെക്കുമ്പോൾ. അപ്പം അതൊന്ന് വഴന്ന് വരട്ടെ. നിങ്ങൾക്ക് ഈ സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. പിന്നെ അതിലോട്ട് നമ്മൾ പച്ചമുളകും ക്യാപ്സിക്കനും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ചീനമുളക് എന്നൊക്കെ പറയും, ഇവിടെ കാന്താരി എന്നാണ് ചില സ്ഥലത്ത് പറയുക. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ സുലഭമായി ഉണ്ടായതുകൊണ്ടാണ് കാന്താരി ചേർത്തത്. ഇനി നമ്മളിതിലോട്ട് ഒരു നാരങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നാരങ്ങയൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്താലുള്ളൂ നമുക്കതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടുക. അതിനൊരു ചെറിയൊരു കുത്തൊക്കെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഒന്ന് ഇറങ്ങിക്കിട്ടും ഈ മസാലയിലോട്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ക്യൂബ് നമ്മൾ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഈ ചിക്കൻ ക്യൂബ് ഇതിൽ അരിഞ്ഞിട്ടാണ് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. ഈ ചിക്കൻ ക്യൂബിൽ ഉപ്പുണ്ടായതുകൊണ്ട് നമ്മൾ രണ്ടും കൂടി ചേർക്കുമ്പോൾ ഉപ്പ് അധികമാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് മന്തി മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. മന്തി മസാല ഇട്ട് കഴിഞ്ഞാൽ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ തീയിൽ വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇത് അരി കഴുകി വെച്ച അരിയാണ്, നമ്മൾ വെള്ളത്തിലിട്ട അരിയല്ല. അതുകൊണ്ട് 1 മിനിറ്റോളം നമ്മൾ ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. നമ്മൾ കൂടുതൽ സമയം വെള്ളത്തിലൊന്ന് അരിടാൻ മറന്നു പോയാൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മന്തിയാണിത്. അപ്പോൾ നമ്മൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഇതിൻ്റെ മസാല എത്താൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് 6 ഗ്ലാസ് അരിയാണ്. 6 ഗ്ലാസ് അരിയാകുമ്പോൾ നമ്മൾ 9 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ആ വെള്ളം ഇതിന് കറക്റ്റ് പാകമാവും. അപ്പോൾ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇതിലോട്ട് അരിയുടെ കണക്ക് പറയാന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ്. ഇനി നിങ്ങൾ 1 നാഴിയാണ് എടുക്കാന്നുണ്ടെങ്കിൽ 1.5 നാഴി വെള്ളം ഇങ്ങനെ കണക്കാക്കിയിട്ട് വേണം എടുക്കാൻ. ഇതിപ്പോൾ 6 നാഴി ആയതുകൊണ്ട് നമ്മൾ 9 ഗ്ലാസ്സാണ് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന പാത്രത്തിന് സെയിം അളന്നിട്ട് തന്നെ എടുക്കണം. ഇപ്പം ഞാൻ എടുക്കുന്നത് നോക്കി, ഇതേ ഗ്ലാസ്സിന് നമ്മൾ 6 ഗ്ലാസ്സാണ് അരി എടുത്തിട്ടുണ്ടായിരുന്നത്. അത് 1 കിലോ അരിയാണ്. ഇത് 1 കിലോന്റെ മെഷർമെൻ്റാണ് പറയുന്നത്. ആ 1 കിലോ അരിക്ക് നമുക്ക് എടുക്കുന്നതിന് ഈ ഗ്ലാസ്സിനാണെന്നുണ്ടെങ്കിൽ 6 ഗ്ലാസ് അരിയുള്ളത്. അപ്പോൾ അതിന് 9 ഗ്ലാസ് വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ അളന്നിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കണം, എങ്കിലുള്ള കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം. ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയതിന് ശേഷം നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ചതിന് ശേഷമാണ് നമ്മളിത് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൽ ഉപ്പ് കുറവുണ്ടായപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഒരു ചിക്കൻ്റെ ക്യൂബും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് എന്നിട്ട് അതൊന്ന് അടച്ച് വെക്കുകയാണ്. ഇനി നമുക്ക് ആ സമയം കൊണ്ട്, അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അല്പം നമ്മളെ ചട്ടിയിൽ പിടിക്കാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള പീസ് നമ്മൾ നേരത്തെ നമ്മൾ പച്ച ഗ്രേവിയൊക്കെ തേച്ചിട്ട് വെച്ച പീസ് ഉണ്ടല്ലോ, അത് ഇതേപോലെ വേറെ ചട്ടിയിലൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി എന്നിട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക. അടച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആ വേവിക്കാൻ വെച്ച ചിക്കനാണ് നമ്മളിതിൻ്റെ ഈ മന്തി റൈസിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തത്. ഇനി ഒന്ന് ജസ്റ്റ്
ഒരു 5 മിനിറ്റും കൂടി ചെറിയ സിമ്മിലൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിലുള്ള ഗ്രേവിയൊക്കെ ഇറങ്ങിയിട്ട് ഈ മന്തിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ആ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലോട്ടുള്ള ചട്നി തയ്യാറാക്കി എടുക്കണം. അപ്പോൾ പുതിയനാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്, മല്ലിച്ചപ്പ് കുറവാണ്. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, പുതിന കൂടുതൽ എടുക്കുക. അതിലോട്ട് നമുക്ക് അല്പം വിനാഗിരിയും ബാക്കി തൈരും കൂടി ചേർത്തിട്ട് അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ട് നമ്മൾ ഈ മല്ലിച്ചട്നി ഒന്ന് തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പം അതും കൂടി ഒന്ന് നമ്മൾ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മന്തിക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.